എന്നാലും ടോണി, നീ ഇന്നലെ ചെയ്ത ഒട്ടും ശരിയായില്ല. ഓ പിന്നെ തല്ല് കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തേക്ക് നേരിട്ട് കരച്ചാൽ എനിക്ക് വട്ടല്ലേ. അതിപ്പോഴത്തെ വല്ല റിലേഷനും ആയതെങ്കിലും വേണ്ടില്ലായിരുന്നു. അതങ്ങനെ അല്ലല്ലോ. എന്നാലും സുനിലിനെ വിടണ്ടായിരുന്നു. അപ്പൊ അടുത്ത തവണ തൊട്ട് നിന്നെ വിടാം. നീ അതും ചെയ്യോടാ, എനിക്കറിയാം. ഇതിനൊക്കെ ഒരു മറുപടി നിനക്ക് കിട്ടിയിരിക്കോടാ, ഉറപ്പാ. നീരജ്, ഇന്നലെ ആ കീട പ്രശ്നത്തില് റോഹിച്ചിന് നിന്നെ തല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തില് ഞാൻ പറഞ്ഞിട്ടാ സോൾവ് ആക്കിയത്. ഓ ഹലോ, ടോണി അല്ലേ? അതെ. ടോണി ഐസക്? അതെ. ടോണി, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ സീ പാലസിൽ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ കാര്യം? അത് സർപ്രൈസ് ആണ്. എന്താ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ടോണിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. കാര്യമൊക്കെ ഇവിടെ എത്തിയിട്ട് പറയാം. വന്നേ പറ്റൂ. അപ്പൊ മറക്കണ്ട, 5 മണി. നിന്റെ നാക്കൊരു സംഭവമാട്ടാ. എന്നാലും ഇത്ര പെട്ടെന്ന് പണി വരുമെന്ന് വിചാരിച്ചില്ല. കർത്താവേ, ഇതിന് ഏത് പെണ്ണിന്റെ ആങ്ങളാണ് അവ വിളിച്ചത്? ഇത് പടി സീസൺ ആണല്ലോ. എങ്ങോട്ടേക്കാ വിളിച്ചേ? ഹോട്ടൽ സീ പാലസ്, വൈകുന്നേരം 5 മണിക്ക്. നീ പോകുന്നുണ്ടോ? പിന്നെ എന്റെ പട്ടി പോകും. സുനില് എടാ വേണ്ടടാ, ഇനി അവനെ തല്ലു വിളിക്കണ്ട. ഇന്നലത്തെ അടിയുടെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. എടാ, അതുകൊണ്ടാ അവനെ തന്നെ പറഞ്ഞു വിടുന്നത്. അവന്റെ ദേഹത്തി അടിയുടെ പാടുകളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ ഇനി അത് കണ്ടിട്ട് അവർക്ക് സിമ്പതി തോന്നിയിട്ട് വെറുതെ വിട്ടാലോ. എടാ, ഞാൻ പിന്നെയും പറയാം, ഇത് ശരിയല്ല. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നീ ഉണ്ടായിരുന്നാ മതി. ഓ, സുനിലേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയടാ. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ കാരണം നിനക്ക് ഈ അടിയെല്ലാം കൊള്ളേണ്ടി വന്നത്. പോട്ടെ ടോണി, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ടോണി അറിയാതെ ചെയ്തല്ലേ, ഒക്കെ കഴിഞ്ഞില്ലേ? ഇല്ലടാ, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതൊന്നും വേണ്ട ടോണി. വേണം. എന്റെ വിഷമം മാറ്റാണെങ്കിലും നീ സമ്മതിക്കണം. ടോണി ഇങ്ങനെയൊക്കെ പറയുമ്പോ ശരി, ടോണിയുടെ ഇഷ്ടം. നീ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ സീ പാലസ് പോയിട്ട് നീ ടോണിയാണെന്ന് പറയണം. ഇന്നലെ ഒരു തവണ പറഞ്ഞ പോരെ, ഇനിയും വേണോ? ഇതങ്ങനെയല്ല, ഇതെന്റെ ഒരു പ്രായശ്ചിത്തമാണ്. ഇത് വേറൊരു കാര്യം, നീ സമ്മതിക്കണം. എന്താ അവിടെ? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസാ. സർപ്രൈസ് അടിയായിരിക്കും. ഉണ്ടായിരടാ, നീ പോണം. പോയില്ലെങ്കിൽ നീ എന്നോട് ദേഷ്യം മനസ്സ് സൂക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതും. അതൊന്നുമില്ല. അപ്പൊ നീ പോണം. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദിവസമായിരിക്കും. ഇന്നലെ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു, അത് മറക്കണ്ട. എന്റെ ടോണി എനിക്ക് വിശ്വാസം. എന്നാ വിശ്വാസം വെച്ച് സോറി. ശരി, ഒന്നുകൂടെ പ്ലാസ്റ്റർ ഇടേണ്ടി വരുമോ? നിനക്ക് ഞാൻ തരണം. അത് പിന്നെ അവൻ എന്തായി കാണുമോ എന്തോ. 9 മണിയായി. അവന്മാരവനെ ഇടിച്ചുരുട്ടി കാണും. മിണ്ടരുത്, നിന്നോട് ഞാൻ പറഞ്ഞാണ് അവനെ വീണ്ടും പണി കൊടുക്കരുതെന്ന്. അവനെ ഇങ്ങനെ കൊല്ലാക്കൊല്ലയാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അതൊക്കെ ഒരു തമാശയല്ലടാ. തമാശ. അവസാനം നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞേ അവൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടേ അങ്ങ് മരിക്കും. അവൻ നല്ല സന്തോഷത്തിലാണല്ലോ. എന്റെ ടോണി, ടോണി എന്റെ ദൈവ, ടോണി എന്റെ ദൈവ. ടോണി ഇങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ സ്നേഹം? ടോണി ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യ ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്താണ് നടന്നു ചോദിക്കടോ. അല്ല സുനിലെ, എന്തായിരുന്നു പരിപാടി? എനിക്ക് പറയാൻ വയ്യ. ടോണി അന്നൊരു ഡ്രസ് എടുത്തപ്പോ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ലേ, അതടിച്ചു. സിനിമാ നടി അംബിക ബാലന്റെ ഒപ്പം ഒരു ഡിന്നർ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളിതേ ഇങ്ങനെ ഇരുന്നേ. ഇങ്ങനെ ഒരു ഭാഗ്യം ആരെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കോ? നീരജ് എന്താ പറഞ്ഞത്? വീണ്ടും അടി തരാൻ പറഞ്ഞുവിടുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ടോണി സാറിന് എനിക്ക് വിശ്വാസ. ദേ ഫോട്ടോയൊക്കെ ഉണ്ട്. ടോണി ഇരിക്കേണ്ട സ്ഥലത്താ ഞാൻ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ പോയി ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് താടത്തടിയാ ടോണി. ഇതാ പറയുന്നത് പണി പാമ്പായും പട്ടിയായും അംബിക ബാലനായിട്ട് വരുമെന്ന്. നിനക്ക് ഇത് തന്നെ വേണം. അയ്യോ, ആരുമില്ല ഇതെനിക്ക് പറഞ്ഞു ചിരിക്കാൻ.